അമൂല്യമായ സ്വർണത്തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ. അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് സിൽവർ, ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം, ഫസ്റ്റ് ഫ്ലോർ, തൈക്കാട്ടിൽ ബിൽഡിംഗ്, ചേലക്കര. ചേലക്കര ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടത്തിയ സമൂഹ നോമ്പുതുറയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ നിർവഹിച്ചു. നടത്താറുള്ള സമൂഹ നോമ്പുതുറയാണ് ഇന്നിവിടെ നടക്കുന്നത്. എന്തായാലും എല്ലാവരും കൃത്യസമയത്ത് തന്നെ പങ്കെടുത്തു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമ്മുടെ ഈ നോമ്പുതുറയുടെ പേരിൽ ആശംസകൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കക്ഷി രാഷ്ട്രീയ ജാതി ഭേദമന്യേ നടത്തുന്ന ഈ സമൂഹ നോമ്പുതുറ എല്ലാവരെയും കാരണം ഒരേപോലെ കാണുവാനും അതിൽ ഉള്ളവനെന്നോ ഇല്ലാത്തവനോ ഇല്ലാത്ത ഈ ഒരു സാങ്കല്പികമായ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം. ഇതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ ആളുകളും ഇതൊരു അവരുടെ കൂടെ മനസ്സിലൊരു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എലിശ്ശേരി വിശ്വനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ്, പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ, DCC ജനറൽ സെക്രട്ടറി വേണുഗോപാല മേനോൻ, ചേലക്കര ഫൊറോണ വികാരി ജോൺസൺ ഒലക്കെങ്കിൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സമൂഹത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണ്. ജാതി മത പക്ഷഭേദമന്യേ എല്ലാവരും സഹോദരങ്ങളാണ്, സഹോദരങ്ങളാണ്, സ്നേഹത്തോടെ വർദ്ധിക്കേണ്ടവരാണ് എന്ന് ആട്ടി ഓട്ടി ഉറപ്പിച്ചുകൊണ്ട് ഈ ചേലക്കര പഞ്ചായത്ത് നടത്തുന്ന ഈ നോമ്പുതുറ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവവിഷയങ്ങളും അതുപോലെ തന്നെ എല്ലാം നൽകുമാറാക്കിയിട്ട് സന്തോഷമുണ്ട്. ഇവിടെ കാണുന്ന കൂട്ടായ്മയും ഒരുമയും ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിൽ വേർതിരിവില്ലാതെ, ലിംഗത്തിൻ്റെയോ പേരിൽ വേർതിരിവില്ലാതെ ഒന്നിച്ച് നടത്തുന്ന ഈ നോമ്പുതുറ പോലെ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മുഴുവനും സമഭാവനയോടെ പരസ്പര സ്നേഹത്തോടെ നിലനിൽക്കാൻ ഈ ഇതുപോലുള്ള നോമ്പുതുറകൾ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതം എന്നാണ്. വ്രതം ഈ ഒരു മാസത്തിലെ 12 മാസത്തിലെ 11 മാസം കഴിച്ചിരുന്ന ആഹാരത്തിൽ ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ പെടുത്തി ഭക്തി കൂടി ക്ഷേത്രങ്ങളിലേക്ക് പോവുക. ക്ഷേത്രങ്ങളിൽ ഏത് ക്ഷേത്രത്തിലാണോ നോമ്പായിരിക്കുന്നത്, ജാതി മതമൊക്കെ സ്ഥൂലങ്ങൾ കൊണ്ടുവന്നതാണ്. സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവിധ മതനേതാധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വിവിധ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത്. ഈ കാലത്ത് സമാധാനമില്ലാത്ത ലോകത്തിൽ നമുക്ക് സന്ദേശം സഹിക്കാനുള്ള പരസ്പരം സ്നേഹിക്കുക, പരസ്പരം തിരിച്ചറിയുക, പരസ്പരം ഒരു സന്ദേശം നൽകുന്ന രീതിയിൽ നമുക്ക് മതമോ രാഷ്ട്രീയമോ അതിലൊക്കെ ഉപരിയായി മനുഷ്യരാണ് വലുത് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള സന്ദേശം നൽകുക എന്ന ലക്ഷ്യം. അതുപോലെ തന്നെ അല്ലാഹു ആഗ്രഹിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ സംസാരിക്കേണ്ടയോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളിൽ ഏർപ്പെടുന്നതായോ ഒരു അവസ്ഥ ഒരിക്കലും. CCV ന്യൂസ്, ചേലക്കര.